ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ GSTയിലെ QRMP എന്നുള്ള സ്കീമിനെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. QRMP എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ്. ഇതിൽ നമ്മൾ IFF ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി എന്നുള്ളൊരു ഫയലിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. QRMPയിൽ അവൈലബിൾ ആയിട്ടുള്ള IFF എന്നുള്ളൊരു ഫെസിലിറ്റിയെ പറ്റി ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റിനെ പറ്റിയും പറഞ്ഞിരുന്നു. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന QRMP സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന നോർമൽ റെഗുലർ മന്ത്ലി സ്കീമിൽ പെട്ട ബയേഴ്സിന് അവർക്ക് അതാത് മാസത്തെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം എടുക്കാനായിട്ട് ഈ IFFയിലൂടെ സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇതിൽ വേറൊരു കാര്യമുള്ളത്, ഇത് നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെയ് മാസത്തെ IFF നമ്മൾ ജൂൺ 13 നമ്മൾ ഫയൽ ചെയ്യുക. അപ്പോൾ മെയ് മാസത്തെ റിട്ടേണിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യേണ്ടത്, ഇൻപുട്ട് ടാക്സ് ക്ലെയിം എടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഇനി IFF നിങ്ങൾ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും അതിലൊരു ലിമിറ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ മെയ് മാസത്തെ IFF നിങ്ങൾ ജൂൺ 13 ചെയ്യുമ്പോൾ മാക്സിമം 50 ലക്ഷം രൂപയുടെ B2B സെയിൽസിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് അതിൽ ഫയൽ ചെയ്യാൻ സാധിക്കുക. നമ്മൾ IFFയിൽ എന്താണ് ചെയ്യുന്നത്? B2B സെയിൽസാണ് അതിൽ ഫയൽ ചെയ്യുന്നത്. അത് 50 ലക്ഷം രൂപ വരെയാണ് മാക്സിമം ഒരു IFFയിൽ. ഇപ്പോൾ മെയ് മാസത്തെ ജൂൺ 13 ചെയ്യുമ്പോൾ മാക്സിമം 50 ലക്ഷം രൂപയാണ് അതിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് സ്റ്റേ ട്യൂൺ വിത്ത് Capitax India. താങ്ക് യു.